السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. സഹീഹ് ബുഖാരിയിലെ മൂന്നാമത്തെ വളരെ സുദീർഘമായ ഹദീസിലാണ് നമ്മളുള്ളത്. എന്നും സനദും ഹദീസിൻ്റെ ആരംഭം മുതൽ വായിക്കാത്തത് സമയലാഭത്തിന് വേണ്ടിയാണ്. അവസാനം ഇൻഷാ അല്ലാഹ് ഒന്നായിട്ട് വായിക്കാം. നമ്മൾ എത്തി നിൽക്കുന്നത് വഹീൻ്റെ പ്രാരംഭത്തിലുള്ള സ്വാഭാവികമായ പരിഭ്രമവും പനിയും വിറയും വേർക്കലുമെല്ലാമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹധർമ്മിണിയായ ഖദീജ ഉമ്മയുടെ അരികിലെത്തിയപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ച ചിന്താർഹമായ ചില വാക്കുകളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്കൊരു പ്രയാസവും പ്രശ്നവും പരാജയവും പരീക്ഷണവും പിശാചും ബാധിക്കുകയില്ല. കാരണം ഇന്നക ലതസിലുർ റഹീം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ. ഈ മൂന്ന് കാര്യമാണ് 2-3 ദിവസം പറഞ്ഞത്. നാലാമത്തത് വതഖരിൽ ലൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ 5 കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി അന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ 40-ാം വയസ്സിൽ പ്രത്യേകമായി ഉണർത്തി പറഞ്ഞത് ഈ 5 കാര്യമാണ്. 1 ഇന്നക ലതസിലുർ റഹീം, 2 വതഹ്മിലുൽ കല്ല, 3 തക്സിബുൽ മഅദൂമ, 4 തഖരിൽ ലൈഫ, 5 തുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ 5 കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ പറഞ്ഞത്. ഇന്ന് തഖരിൽ ലൈഫ, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പം വരില്ല എന്നാണ് നമ്മൾ വളരെ ചേർത്തി വായിക്കേണ്ട കാര്യം. നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മളും അതിൻ്റെ ആളുകളാണ്. അതിഥികളെ സൽക്കരിക്കും. വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ സൽക്കാരത്തിന്റെ ആദ്യ സ്റ്റെപ്പ് എന്താ? നിങ്ങള് പ്രസന്ന ഭാവത്തോടെ അവരെ സ്വീകരിക്കുക. അതാണ് ഒന്നാമത്തത്. സലാം പറയാൻ മടക്കുക, അതൊക്കെ ഉണ്ട്. ഈ അതിഥി എന്ന നിലയിൽ, മറ്റേ മുസ്ലിം എന്നൊക്കെ എല്ലാവരോടും വേണ്ടല്ലേ, അതിഥി എന്ന നിലയിൽ ആദ്യമായി ചെയ്യേണ്ടത് വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി എന്ന് മുഖത്തിലൂടെ അറിയിക്കണം. ഒന്നാമത്തെ അതാണ്. അവർ കയറി വരുമ്പോ ആളെങ്ങനെ എണ്ണ 4-2 ഉച്ചയാണേനും നമുക്കുകൾ വരാൻ പറ്റിയൊരു സമയം വേണ്ടല്ലോ, അത് മുഖത്തോടെ അറിയിക്കുക. പറയാതൊരു പറച്ചിലുണ്ടല്ലോ, ചെയ്യരുത്. അവരൊരു വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു മുഖം കണ്ടാൽ തന്നെ ഓൾക്ക് റൂമിൽ കണ്ട് കയറാൻ തോന്നണം. ആ ഒരു മുഖത്തോടു കൂടിയാണ് അവരെ സ്വീകരിക്കേണ്ടത്. ഒന്നതാ. രണ്ടാമത്തത്, ഓൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഭക്ഷണം കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു പറച്ചിലുണ്ട്, ഇവിടെ ഉള്ളതാണ് തരും, അത് തിന്നുക. സാധാരണ അങ്ങനെയല്ല വേണ്ടത്. അതിഥികൾ എന്ന നിലയിൽ പ്രത്യേകിച്ച് പരിഗണിക്കണം. മാത്രമല്ല, ചില കിതാബ് കാണാം ഭക്ഷണം കൊടുത്തതിന് ശേഷം ഒരു മധുരം കൊടുക്കണമെന്നല്ലാണ്. നമ്മളെ പല സ്ഥലങ്ങളിലും അതിഥികൾ വന്നാൽ ഒരു പായസം കൊടുക്കലുണ്ട്, നല്ല കാര്യമാണ്, അത് നിർത്തുന്നു വേണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൈസൂർ പാക്കോ, അങ്ങനെ. ഞാൻ കുടിയിരിക്കലെന്നപ്പോ ഇവരോട് പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം മധുരം വേണം, അത് പായസായാലും വേണ്ടില്ല മൈസൂർ പാക്കായാലും വേണ്ടില്ല. എന്റെ കൊടുത്ത എനിക്ക് ഓർമ്മയില്ല. ബർഫി എന്തായാലും വേണ്ടില്ല, കിട്ടിയില്ല വന്നവർക്കൊക്കെ. അത് നല്ലതാണ്. ഭക്ഷണത്തിന് ശേഷം ഒരു മധുരം. ഇതവർ അതിഥികൾ പല പാൽക്കേക്ക് ഉണ്ടായിരുന്നു, പല സൈസ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അത് നല്ലതാണ്. വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ ഓൾക്ക് ഭക്ഷണത്തിന് ശേഷം ഒരു ഷുഗർ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വേറെ കാര്യങ്ങൾ തിന്നാണാക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ അതിഥിയാണ്, അതുകൊണ്ട് എനിക്കിപ്പോ ഒരു കുഴപ്പം വരില്ല എന്നിട്ട് ഒന്നായിട്ട് വാരി മുണങ്ങാൻ നിൽക്കരുത്. അതൊക്കെ നമ്മളവിടെ ശ്രദ്ധിക്കണം. മധുരം തിന്നാന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് തിന്നണ്ടല്ലോ, തോണ്ടിയാ പോരെ. അവർ മധുരം കൊടുക്കുക. 3. നാലാമത്തെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യും, ഇനി നമ്മൾ ചെയ്യാത്തൊരു കാര്യമുണ്ട്, റസൂല് ചെയ്യുന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അറിയോ? അവർക്ക് ഖിദ്മത്ത് ചെയ്തു. നമ്മളിങ്ങനെ കൊലായ്മെന്ന് പ്രസ്താവന ഇറക്കല, പപ്പടം കൊടുത്താ മീന നല്ല കൊടുക്കണടാ, അതെല്ലാം ഉണ്ട്.
നിങ്ങൾക്ക് പുരയിൽ പണിക്കാരുണ്ടെങ്കിലും നിങ്ങൾ കുട്ടികളുണ്ടെങ്കിലും ടേബിളിന് അവിടെ ഒന്ന് പോയിരിക്കുക. ഈ ചില സ്ഥലത്ത് ചില കിതാബ് കാണാം. ഇപ്പൊ ഒരാൾ അവല് സമയത്ത് കാർക്കശ്യമായി നിസ്കരിക്കുന്ന ആളാന്ന് വിട്ടാ വാങ്ങിക്കൊടുത്ത ഉടനെ നിസ്കരിക്കുന്ന ആളാണ്. അതിഥികൾ വന്നാൽ നിസ്കാരം പിന്തിക്കൽ വരെ നല്ലതാണ്, കലാക്കലല്ല. അങ്ങനെ അർത്ഥമാക്കരുത്. അവല് വക്തിൽ നിന്ന് കുറച്ച് തെറ്റിയാലും വേണ്ടില്ല. ഇവിടെ ഇപ്പൊ അതിഥികളെ പരിഗണിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചില അല്ല മുബരെ ബാങ്കാണ്ട് കൊടുത്താൽ നിസ്കരിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഇപ്പൊ വരൂല, അതല്ല വേണ്ടത്. അവരെ കൂടെ ഇരുന്നിട്ട് തിന്നിട്ട് നിസ്കരിച്ചാൽ മതി, കൂലി പറയില്ല. ഇതിപ്പോ ഒരു അതിഥികളാണ്. അതിഥികളെ പരിഗണിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ള വേറൊരു കാര്യമാണ്. നിസ്കാരം കലാക്കണമെന്ന് ഈ പറയുന്ന അർത്ഥമല്ല കേട്ടോ. കലായുടെ രൂപത്തിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടിയൊക്കെ ഉള്ളൂ. ഏത് അതിഥിയാണെങ്കിലും ഏത് മൂല്യരാണെങ്കിലും തങ്ങളാണെങ്കിലും നിസ്കാരം കലാക്കരുത്. പക്ഷെ ഈ അവല് വക്തെന്ന് എത്തിരിയാണ് തെറ്റിയാലും ഇവരെ പരിഗണിച്ചതിന്റെ പേരിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അവരെ കൂടെ ഇരിക്കുക, അവർക്ക് ഭക്ഷണമൊക്കെ ഒന്നും ഇട്ട് കൊടുക്കുക. പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂല. കൈ കഴുകാൻ അവരെ പിടിച്ചുകൊണ്ടുപോവുക, അതൊക്കെ ഇപ്പൊ എവിടെ ഉണ്ടാവൂല. അത് പിടിച്ചുകൊണ്ട് നമുക്ക് പല മാനുണ്ടാവും. നമുക്ക് തിന്ന് തൊട്ട് ഇങ്ങോട്ട് പോരെ ചെയ്യും. നമ്മളാ അവരുടെ മനസ്സിൽ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തോന്നരുത്. ഇനിയും അവർക്ക് വരാൻ തോന്നണം. എന്നാ പോയ ആൾക്കാർ പിന്നെയും ഇത് കണ്ടിട്ട് പോവുകയും ചെയ്യരുത്, ഇടങ്ങാറാക്കരുത്. പക്ഷെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഇവന്റെ പെരുമാറ്റം കൊണ്ട് ഇങ്ങനെ ഒരു പരിയിൽ ഇതുവരെ പോയിട്ടില്ല എന്ന് തോന്നിപ്പോകണം. ആ നിലയിൽ അവനെ സ്നേഹത്തിൽ കുളിപ്പിക്കണം. എന്നാ അങ്ങനൊക്കെ ചെയ്താൽ എന്താ ലാഭം എന്ന് പറയുന്നത്? ഓരോ പിടി ഭക്ഷണത്തിനും ഹജ്ജിന്റെ ഉംറന്റെ കൂലി കിട്ടുന്നു. അതുകൊണ്ട് ഇനി ഹജ്ജ് ചെയ്യണ്ടെന്ന് അർത്ഥമില്ല. അതിന് സമാനമായ ഒരു കൂലി അള്ളാഹ് വാരിക്കോരിയാണ്ട് കൊടുക്കും. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. ഈ പറഞ്ഞ നല്ല ചിട്ടയോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, പ്രസന്ന ഭാവത്തോടെ, സേവന മനസ്സോടെ ഭക്ഷണം കൊടുത്ത്, മധുരം കൊടുത്ത് അവരെ ഉറക്കി അവർക്ക് നല്ല റൂം സെറ്റായി കൊടുക്കണം. വീട്ടിലുള്ളതിൽ ഏറ്റവും നല്ല റൂം മാത്രല്ല, ചില സ്ഥലത്ത് കാണാം അവർക്ക് കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ബാത്റൂമും മറ്റൊക്കെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ നല്ല രൂപത്തിൽ വന്ന അതിഥികളെ പടച്ചോന് വേണ്ടി സ്നേഹിച്ച് സേവനം ചെയ്താൽ അവർ കഴിക്കുന്ന ഓരോ പിടി ഭക്ഷണത്തിലും, ലുക്കുമത്ത് എന്നുള്ളത് ഒരു പ്ലേറ്റ് ചോറിലും മൊത്തല്ല, ഓരോ ലുക്കുമത്തിലും ഹജ്ജിന്റെ ഉംറന്റെ കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിഥികൾ തീരെ വരാത്ത വീട് അത് അപകടത്തിന്റെ സൂചനയാണ്. എപ്പോഴും വീട്ടിലെ അതിഥികൾ എപ്പോഴും ഭക്ഷണം ഇങ്ങനെ വിളമ്പുക. ആ പോരക്കാരത്തി സുന്നത്തായ കാര്യങ്ങളിൽ ഇത്തിരി വേക്കലാണെങ്കിലും ഈ ഒറ്റ ഗുണം കൊണ്ട് രക്ഷപ്പെടും. അടുക്കളയിൽ എപ്പോഴും തിരക്ക്, അടുക്കളയിൽ എപ്പോ നോക്കിയാലും പുക ഇങ്ങനെ പോവാ, അടുക്കളയിൽ എപ്പോ നോക്കിയാലും മസാലന്റെ മണം. ഇത് ഞാനേ എന്റെ കുട്ടികൾ അങ്ങനെ വരുത്, അതിലൊരു വർക്കത്തും ഉണ്ടാവില്ല. അവിടെ എപ്പോഴും അടുക്കള സജീവമാണ്. അവിടെ ഗ്യാസ് പെട്ടെന്ന് കഴിയാണ്. ഇടക്കിടക്ക് ഗ്യാസും കുറ്റി വരുന്നുണ്ട്. അവിടെ ഇടക്കിടക്ക് അടുക്കളയുടെ മേലെ പുക ഇങ്ങനെ പൊന്തുന്ന സ്ഥലമാണ്. അവിടെ എപ്പോഴും ആളും പാളുമാണ്. യാ അല്ലാ, ആ പോര മൊത്തം സ്വർഗത്തിലല്ലേ, മനസ്സിലല്ലേ, സമാധാനല്ലേ. ഓരോ പൊടിക്ക് അജ്ജുംറന്റെ കൂലിയല്ലേ. ഇതിനേക്കാളും വലിയ സൗഭാഗ്യം വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഇതിന്റെ ആളായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. അതിന്റെ ആളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഖലീൽ എന്ന് പേര് വരാൻ കാരണം പ്രധാനപ്പെട്ട അഭിപ്രായങ്ങളിൽ രണ്ടെണ്ണാണ്. ഒന്ന് ഇതാണ്. രണ്ടാമത്തത്, അവർക്കൊരു ആവശ്യം നേരിടുന്ന സമയത്ത് അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണോ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണോ എന്ന വിഷയം വരുമ്പോൾ അള്ളാഹിന്റെ ഇഷ്ടം ഏത് വിഷയത്തിലും തെരഞ്ഞെടുക്കുന്ന ആളായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരിക്കൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ വീട്ടിൽ കുറച്ച് അതിഥികൾ വന്നു. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, അക്രിം ളുയൂഫക, അതിഥികളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ആടിനാണ്ട് അറുത്ത്, ഒട്ടകത്തിന് നന്നായി ഭക്ഷണം വെച്ച് എല്ലാവർക്കും കൊടുത്ത്. അള്ളാഹ് പിന്നെയും പറഞ്ഞു, അക്രിം ളുയൂഫക, അതിഥികളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ എന്താ അവിടെ കൊടുക്കാനുള്ളത്? ഉള്ളൊക്കെ അറുത്ത് കൊടുത്തു. അപ്പോഴും പറഞ്ഞു അക്രിം ളുയൂഫക. ഇനി എങ്ങനെ വേണ്ടതെന്ന് മനസ്സിലായില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞു കൊടുത്ത്, അവരെ പോയിട്ട് തീറ്റിക്കണം ഇബ്രാഹിം, അതാണ് ഇക്റാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്ന അതിഥികളുടെ കൂടെ നിന്നിട്ട് അവരെ തീറ്റിച്ചു, അവരെല്ലാ സേവനവും ചെയ്തു കൊടുത്തു. അള്ളാഹ് പറഞ്ഞു, ഈ വിഷയം പൂർത്തിയായി. ഇങ്ങനെയാണ് അതിഥികളെ ഇക്റാം ചെയ്യുക എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ, ഞാനൊരിക്കലും ഒരു വലിയ ആലിമിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയപ്പോ എന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് കൈ കഴുകുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്റെ കൈ കഴുകി തന്നു. ഞാൻ എത്ര കൊതറിയിട്ട് ആള് വിട്ടില്ല, എന്റെ കൈ കഴുകി തന്നു.
അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര വേണമെന്ന് വെച്ചു. അക്രിം ലൈഫൊക്കെ നടപ്പിലാക്കണ ആൾക്കാർ കുറെ കുറവാണ്. വയലറിനെ പോലത്തെ ആൾക്കാർ കുറെ കൂടുതലുണ്ട്. അക്രിം ലൈഫൊക്കെ അതിഥിയെ ബഹുമാനിക്കുക. നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലൊരു അതിഥി വന്നാൽ ഇനിയും വരാൻ തോന്നണം. മനസ്സിലായില്ലേ? ചിലപ്പം പെങ്ങന്മാരൊക്കെ വീട്ടില് അതിഥികളായി വരും. അപ്പ തുടങ്ങും കടത്ത് കുടുങ്ങിക്കണു. പിന്നെ ചെലവൊക്കെ അങ്ങനെയാണ് പോണത്. ഈ നീറ്റങ്ങൾ നിൽക്കുവോ? കട ഉണ്ടാവും നമുക്ക്. പക്ഷെ അതേ വരെ മുമ്പിൽ ഇങ്ങനെ ചേപ്പറ പറഞ്ഞ 2 ദിവസം നിൽക്കാൻ വന്ന ആൾക്കാർ അപ്പ ഓട്ടോ വിളിച്ചു പോകൂലേ. ഇന്നിപ്പോ ആവോലി വാങ്ങിന്ന് മാത്രം, നാളെ എന്താ വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോണ്. ദ്വാരക്കണട്ടാ, ഞാൻ അവിടെ പോയിട്ട് അത് ഓർക്ക മണ്ട ഉണ്ടെങ്കിൽ ഇട്ടോ, അല്ലാത്തൊരു വാരി മുണിങ്ങി അങ്ങനെ കിടന്നുറങ്ങുന്നത്. പിന്നെ നല്ല ആൾക്കാരെ അവിടെ വെക്കൂല, കുറച്ച് മാന്യത ഉള്ള ഒരു സ്ഥലം വിടും. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അവരോട് പറയരുത്. അപ്പൊ ഞാൻ നല്ല സന്തോഷത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ട് എത്ര ബുദ്ധിമുട്ടെങ്കിലും പറയരുത്. അപ്പൊ അവർക്ക് പിന്നെയും പിന്നെയും നിൽക്കാൻ തോന്നണം. ആ നിലയിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഓൽക്ക് നല്ല സമാധാനം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അസുഖമായിട്ട് വന്ന ഏതെങ്കിലും കുടുംബാംഗങ്ങൾ തിരിച്ചു പോകുമ്പോൾ മനസ്സമാധാനം കൊണ്ടെങ്കിലും അവർക്ക് പറയാൻ കഴിയണം നല്ല ബുദ്ധിമുട്ടും പ്രയാസമായിരുന്നു, അവന്റെ പെരയിൽ 2 ദിവസം നിന്നപ്പോഴേക്കും ഇപ്പൊ നല്ല സമാധാനം ഉണ്ട് എന്ന് പറയണം. അത് മതി നമുക്ക് രക്ഷപ്പെടാൻ, നമുക്ക് രക്ഷപ്പെടാൻ അത് മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവാക്കണം. മഹാന്മാരുടെ സാലിഹ്യങ്ങൾ, സലഫു സാലിഹ്യങ്ങൾ, അവരുടെ പരീക്ക് അതിഥികൾ വരുമ്പോൾ അവർ പറഞ്ഞു അൽഹംദുലില്ലാഹ് സ്വർഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാർ വരുന്നുണ്ട് എന്ന് പറയും. നമ്മളെന്താ പറയാ? ഇന്നാലില്ല എന്നാ പോവാന്നറിയില്ല. പണ്ടെന്നെ ഒരു വർത്താനം ഉണ്ടല്ലോ, അളിയങ്ങ വന്നിട്ട് വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോ കുട്ടികൾ ചോദിച്ചിരുന്നു അളിയങ്ങ ഇന്ന് പോയാൽ എന്നാ വരികയെന്ന്. മൂപ്പർ അന്ന് പോകാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ വർത്താനം നമ്മളെ ഇടയിലുണ്ട്. നിങ്ങളിപ്പോ ഇന്ന് പോയാൽ എന്നാ വരികയെന്ന് 2 ദിവസം നിൽക്കാൻ വന്ന ആൾക്കാരോടെ പോയി ചോദിക്കുന്നത്. അയാൾ അന്നും പിറ്റൊന്നും പോകാൻ കരുതിയിട്ടില്ല. ഇങ്ങനെ ആവരുത്. ഓൽക്ക് പിന്നെയും 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 നിൽക്കാൻ തോന്നുന്നു. നമ്മളെ വീട്ടിൽ അതിഥികളില്ലെങ്കിൽ നമുക്കൊരു ബത്തപ്പാടം ബേജാറുണ്ടാകും. ഭാര്യമാരായി പഠിപ്പിക്കണം. ഞാൻ എമ്മത്ത് പറയാം, എന്റെ ഭാര്യ എന്റെ ആളാണ്. എന്റെ ഭാര്യ വീട്ടിൽ 4-5 ആളും ഭക്ഷണത്തില്ലെങ്കിൽ ഓൾക്കൊരു ബേജാറാണ്. അപ്പൊ അവസാനം ആരും വന്നില്ലെങ്കിൽ ഞാൻ 4-5 മൂലയിരട്ടികളായിട്ട് പോലെ ഞാൻ ഒറ്റയ്ക്ക് ഗുണങ്ങൾ കണ്ടിരുന്ന വളരെ അപൂർവമായിരിക്കും. കാരണം എന്താ? അത് വീട്ടിലൊരു വലിയ ബർക്കത്താണ്. മൂലയിരട്ടികളാണെങ്കിൽ അതിഥികളല്ലേ, അവരേറ്റവും വലിയ അതിഥികളല്ലേ. അതിന്റെ ഭാഗമാണ് നിങ്ങളെ നാട്ടിലെ അതിഥികൾ, അവിടുത്തെ മുത്താലിമീങ്ങള്. ഓൽക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഒക്കെ കൂലി ഇതിനേക്കാളും കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലും ദർസില്ലാത്ത ഭക്ഷണം കൊടുക്കാൻ ആളെ കിട്ടുന്നില്ല. അള്ളാഹുവെ കാത്തുരക്ഷിക്കണേ. അതുകൊണ്ട് ഓരോ മഹലിലും പോയി നോക്കി വേറെ ദുർഘടവും ദുസ്സാദിയും വേറെ ഒന്നുമില്ലല്ലോ. ഒരു ബർക്കത്ത് എന്ന് പറഞ്ഞില്ലല്ലോ. കച്ചവടത്തിൽ ബർക്കത്തില്ല, ആരോഗ്യത്തിൽ ബർക്കത്തില്ല, വീട്ടിൽ സമാധാനമില്ല. പഴയ കാലത്ത് ഓല മേഞ്ഞ ചെറിയ പൊരയായിരിക്കും. 4 മുത്താലിമ്യങ്ങൾ 4 നേരം ഉണ്ടാവും. ഇന്നത്തെ 3 നേരമല്ല. രാവിലെ ചായ എന്റെ വീട്ടിലുണ്ടായിരുന്നു. എന്റെ വീട് ഓല വീടാകുന്ന സമയത്ത് ഒരു മൂലയായിട്ട് വരണ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 4 നേരം വരും. രാവിലെ ചായ, 10 മണിക്ക് കഞ്ഞി, ഉച്ചക്ക് ചോറ്, അസറിന് ശേഷം ചായയും കടിയും, രാത്രി ചോറ്. 5 നിങ്ങൾ ഇവരങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ ഒരു വരുന്ന 3 എണ്ണം ചാമ്പിയിട്ടേ വരണേ, ഞാൻ 5 എണ്ണം ആക്കാൻ നിൽക്കണ്ട. പക്ഷെ 5 നേരം കൊടുത്തിരുന്നൊരു കാലമുണ്ട്. ഏത് വീട്? ഓല പൊളിഞ്ഞു പോകും കാറ്റടിച്ചാൽ, മഴ ചെയ്താൽ ചോർന്ന് വലിക്കുന്ന പോരാ. അപ്പൊ അരികിൽ 3 മുത്താലിമ്യങ്ങൾ 5 നേരം ഉണ്ടായി. ഇപ്പൊ ആകാശമുട്ട ഏറി നിൽക്കുന്ന കൊട്ടാരങ്ങൾ. ഹലോ, മുത്താലിമ്യങ്ങൾക്ക് ചെലവിന് പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടാണ്, വേണേ ഹോട്ടലിൽ നിന്ന് കൊടുക്കാം. നിങ്ങള് 2 ദിവസം ഹോട്ടൽ നയിക്കുമ്പോഴേക്ക് തന്നെ കുട്ടികൾക്ക് വേദന, ഛർദി. അത് വിഷയമല്ല. നമ്മളെ മക്കൾ ഉഷാറായിട്ട് അടുക്കണ്ടോ. ഓല് വേദന ഛർദിയോ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആയ മതിയോ? ബർക്കത്തുണ്ടാവോ? 200 ചില്ല മുത്താലിമ്യങ്ങൾ ദർസുള്ള മഹല്ല് മലപ്പുറം ജില്ലയിൽ അറിയാം. 200 ചില്ല മുത്താലിമ്യങ്ങൾ ദർസുള്ള മഹല്ല് മലപ്പുറം ജില്ലയിലുണ്ട്. ഒക്കെ വീടുകളിലാണ്. 7 മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത വീടുണ്ട്. 2 ഞാൻ വാതിനൊപ്പം കണ്ടതാണ്. 7 മുത്താലിമ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആളുകൾ തയ്യാറാവത്തോണ്ട് ഈ കുട്ടികൾ എന്നും ഹോട്ടലിൽ പോയിട്ട് പൊറാട്ടയും കോഴിമുട്ടിയും ഇങ്ങനെ കഴിക്കണ മഹല്ലുണ്ട്. 260ഓളം മുത്താലിമ്യങ്ങൾ ഉണ്ടായിട്ട് അവരെ മത്സരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന നാടും മലപ്പുറം ജില്ലയിലുണ്ട്. ആ 2 മഹലിലും പോയി നോക്കിയാൽ ബർക്കത്തിന്റെ വ്യത്യാസം കാണാൻ കഴിയും. ചില സ്ഥലമൊക്കെ അങ്ങനെ ഉണ്ടാവും. ഞാൻ അടുത്തൊരു സ്ഥലത്ത് വാതിനായപ്പോ അവിടെ ഇടക്കിടക്ക് കുഴഞ്ഞു വീണു. എനിക്ക്
ക്യാൻസർ രോഗം പടർന്നു പന്തലിക്കുക. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ കിടക്കുക. സെക്രട്ടറി പ്രസിഡന്റ് അതിനു വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞു അതിന് കാര്യമായിട്ട് എന്തെങ്കിലും കാരണം മഹലിലുണ്ടാവും. അല്ലിപ്പോ ഇടക്കിടക്ക് എല്ലാവരും തളർന്നു വീഴുവോ? ക്യാൻസർ എങ്ങനെ കൂടുവോ? ഇതിലും കാരണങ്ങൾ മഹലിലുണ്ടാവും. പിന്നെ കാരണം എനിക്ക് മനസ്സിലായി, ഒരു കാരണം എനിക്ക് മനസ്സിലായി. ഞാൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തും ചെയ്തു. എന്താ അറിയോ, അതിലിടക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ നിങ്ങളെ വാല ചെയ്യുമ്പോഴേക്ക് നമ്മളെ വാലയിൽ മദ്രസക്ക് ഒരു ജനറേറ്റർ ആവശ്യമുണ്ട്. 3 കൊല്ലമായി ജനറേറ്ററിന് വേണ്ടിയിട്ട് വാല വെച്ച് പിരിക്കണം. ഇപ്പോഴും 90,000 റുപ്യ ആയിട്ടുള്ളൂ, 3 ലക്ഷം വേണമെന്ന് പറഞ്ഞു. കാരണം അത് തന്നെയാണ്, ഒരു മദ്രസക്ക് ജനറേറ്ററിന് 3 കൊല്ലമായിട്ട് വാല നടത്തുകയാണ്, എന്നിട്ടും പൈസ ആയിട്ടില്ല. എന്നാ പൈസക്കാരുള്ള ആടുവാണ്. ഞാൻ എന്റെ വാതിലിട്ട് പേടിപ്പിച്ച്, ഇനി എങ്ങാനും ഇന്ന് ജനറേറ്ററിനുള്ള പൈസ മുഴുവനാക്കി തന്നില്ലേ തളർന്നു വീണ് മരിക്കൽ കൂടും, മര്യാദക്ക് തന്നോളിന്ന്. ഫുള്ള് പൈസ വാങ്ങിയിട്ടേ പോയതോട്. ചെയ്യേണ്ടേ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാന്റെ പരീക്ഷണം വരും, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിഥികളെ സൽക്കരിക്കുന്ന വീടുകളായി നമ്മുടെ വീടുകൾ മാറ്റി തരട്ടെ. നമ്മുടെ വീട്ടിൽ ഇടക്കിടക്ക് അതിഥികൾ വന്നു പോകുന്ന ഒരു ഭാഗ്യം അള്ളാഹു തരട്ടെ. ഞാനൊരിക്കലും മലപ്പുറം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വലിയ മുതലാളിയാണ്. വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ നല്ല ദീനുണ്ട്, നല്ല പൈസയുണ്ട്. അപ്പൊ അദ്ദേഹം നേരത്തെ തന്നെ വലിയൊരു തങ്ങളാണ് എന്നെ വിളിച്ചത്. തങ്ങളോട് പറഞ്ഞിരുന്നു എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ വീട്ടിക്ക് വണ്ടി കയറിയപ്പോ എനിക്കിങ്ങനെ ഭയങ്കര വീട്, ഭയങ്കര വീട്, അടിക്കറ മേൽക്കറ പല പല സൈസും. പക്ഷെ വീട്ടുകാരനെ കൊണ്ടൊരു സന്തോഷമായി. തൊപ്പിണ്ട്, താടിയൊക്കെ ഉണ്ട്, കയ്യില് തസ്ബീഹിന്റെ മാലൊക്കെ പിടിച്ചിരുന്നു. ഭയങ്കര മുതലാളിയാണ്. എന്നെ ഇരുത്തി. അപ്പൊ അദ്ദേഹം അവിടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്ന് തന്നെ പൊട്ടിക്കണാണ്. മത്സ്യം വരെ, മീനിനെ വളർത്താനായിട്ടൊരു കുളം അവിടേക്ക് എന്നെ കൊണ്ടുപോയി കാണിച്ചു തരാം. നല്ല ബർക്കത്ത്, നല്ല പൈസ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എന്നെ ക്ഷണിച്ച തങ്ങൾ എന്നോട് പറഞ്ഞത്, അതിഥികളില്ലാത്ത ഒരു ദിവസം അദ്ദേഹത്തിന് ടെൻഷനാണ്. അതന്നെയാണ് ഈ ബർക്കത്ത്. അതാണ് ഞങ്ങളെ പോലത്തെ ഒരു വാതിനും പോയി ചോദിച്ച് വാരി കൊണ്ടുപോകുന്നത്. അതിഥികളില്ലാത്തൊരു ദിവസം അദ്ദേഹത്തിന് ടെൻഷനാണ്. എന്ന് മാത്രമല്ല, കൊല്ലത്തിൽ ഒരു ദിവസം കണ്ണൊട്ടന്മാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട്, പാവങ്ങളെ മുഴുവനും ക്ഷണിച്ചു വരുത്തിയിട്ട്, എല്ലാവർക്കും പള്ള നിറയെ സുഭിക്ഷ ഭക്ഷണം, പോണ സമയത്ത് എല്ലാ കണ്ണൊട്ടന്മാർക്കും കുറച്ച് പൈസ. ഇതാണ് അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ഞാൻ അവിടേക്ക് വലിയ ബലാവും കുഴപ്പങ്ങളൊന്നും വരില്ല. കാരണം അതൊക്കെ ഇത് തടുക്കും. അസ്സദഖത്തു റദ്ദുൽ ബലായ നബിയുനാ റസൂലുള്ളാഹി. നമ്മളെ വീട്ടിലും അതിഥി സൽക്കാരങ്ങൾ വ്യാപകമാകട്ടെ. ഇവിടെ കണ്ടോ നിങ്ങൾ, പനി പിടിച്ച് വേർത്ത് വിറച്ച് നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട വല്ലഭനോട് സഹധർമ്മിണി പറഞ്ഞത്, നിങ്ങൾക്കൊരു പ്രശ്നം ബാധിക്കൂല. ഇന്നക ലതസിലുർ റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖരിൽ ളൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. ഈ 5 ഗുണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ മേളിച്ച കാരണത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ബാധിക്കൂല യാ റസൂലല്ലാഹ്. ആ 5 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പുലർത്താനും പയറ്റാനും നടപ്പിലാക്കാനും അള്ളാഹു ഭാഗ്യവും യോഗവും നൽകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. രാവിലെ സമയത്ത് നിന്റെ ഹബീബിന്റെ രാജവചനങ്ങൾ ഒരുമിച്ച് കൂടിയ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന പ്രമാണമായ സ്വഹീഹ് ബുഖാരിയുടെ വചനങ്ങൾ കേൾക്കാൻ ഒരു ലക്ഷ്യവുമില്ലാതെ നിന്റെ പൊരുത്തത്തിന് ഒരുമിച്ച് കൂടിയവരിൽ കച്ചവടക്കാർ, ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സാധാരണക്കാർ, ഡ്രൈവർമാർ, കൂലിപ്പണിക്കാർ, അല്ലാഹുവേ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്.
ഇമാം ബുഖാരിയുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ കിതാബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ദറജ നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. രോഗങ്ങൾക്ക് ഈ ഹദീസുകൾ ശിഫയാക്കി തരണേ അല്ലാ. ഈ മജ്ലിസ് സ്വർഗത്തിൽ കൊട്ടാരവും പട്ടണവും കിട്ടാൻ കാരണമാക്കി തരണേ അല്ലാ. അത് ഹബീബിന്റെ ജിവാറിലാക്കി തരണേ അല്ലാ. ഞങ്ങളെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സമ്പത്ത്, സന്താനം, സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസിന്റെ ത്വഅത്തിൽ നൽകണേ അല്ലാ. ആ ദീർഘായുസ് മുഴുവനും സമാധാനപൂർണ്ണമാക്കണേ അല്ലാ. സമാധാനമുള്ള കുടുംബജീവിതമാക്കണേ അല്ലാ. വലിയ വീടാണ്, നല്ല കച്ചവടമാണ്, കയ്യിൽ നിറയെ പണയമാണ്, തുണയും കുപ്പായ ഉഷാറാണ്, വണ്ടിയും വലുതാണ്. പക്ഷേ മനസ്സ് എപ്പോഴും ഹറാബായി, ഒരു സമാധാനമില്ലാതെ സംഘർഷഭരിതമാകുന്ന കുടുംബങ്ങൾ ധാരാളമാണ്. കാത്തുരക്ഷിക്കണേ അല്ലാ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരസ്പരം പകർന്നു നുകർന്ന് സ്നേഹങ്ങൾ കൈമാറി നല്ല മനസ്സോടെ സമാധാനത്തോടെ ഒരുമയോടെ ജീവിക്കുന്ന കുടുംബമാക്കി തീർന്നേ അല്ലാ. ഞങ്ങളുടെ വസ്ത്രത്തിലും വണ്ടിയിലും യാത്രയിലും ഭക്ഷണത്തിലും പൈസയിലൊക്കെ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവെ കടക്കാരനായി കുടുക്കി മരിപ്പിക്കല്ല അല്ലാ. അള്ളാഹുവെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തുറന്നു തരണേ അല്ലാ. കടം കൊണ്ട് പ്രയാസം ഉണ്ടാക്കി സമാധാനം നഷ്ടപ്പെടുത്തല്ല അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ അല്ലാ. ഞങ്ങളിൽ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങളിൽ നിന്ന് മുക്തരാക്കി കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് സ്വർഗത്തിലെത്തിക്കണേ അല്ലാ. അള്ളാഹുവെ പറമ്പ് കച്ചവടം നടത്തുന്ന ആളുകൾ വിറ്റുപോവാതെ കഷ്ടപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പറമ്പുകളൊക്കെ ബർക്കത്തായ രൂപത്തിൽ വിറ്റുപോകാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാ. രോഗം കൊണ്ട് ഉറക്കം വരാത്ത ആളുകൾക്ക് രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. മുട്ടുവേദന, കാൽവേദന, ചെവിടുവേദന, പല്ലുവേദന, തലവേദന, പല പ്രയാസങ്ങളും, പെരടി വേദന എല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാ. അസഹ്യമായ പരീക്ഷണ, പ്രതിസന്ധി, പരാജയങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾക്ക് നീ ഒരുപാട് അതിഥികളെ കാലങ്ങളേറെ സന്തോഷത്തോടെ സ്വീകരിച്ച് സഹായിച്ച് സേവനം ചെയ്യാനുള്ള പൈസയും സന്മനസ്സും സൗകര്യവും തരണേ അല്ലാ. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبه واغفر لنا ولوالدينا ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.